വെറും വയറോടെ ഇരുന്നാ ബുദ്ധി പ്രവർത്തിക്കില്ല എന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഹാ, നല്ല മണം. സമൂസ സമൂസ. എന്തായാലും ഇത് കഴിച്ചിട്ട് തന്നെ കാര്യം. ഒന്നെടുക്കാം. പോരെ പോരെ, ഒന്നുകൂടെ എടുക്കട്ടെ. പോരെ പോരെ, ഇതൊക്കെ എടുക്കട്ടെ. ചേട്ടായി. രാത്രി മുഴുവൻ നഗരത്തിൽ വൈദ്യുതിയില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്താവും യാതൊരു പേടിയില്ല. അമ്മേ, രക്ഷപ്പെട്ടു. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിനും വളരെ വളരെ നല്ലതാണ്. എന്റെ അമ്മേ, ഈ പഴത്തിന്റെ തോല ആരവിടെ കൊണ്ടുവന്നിട്ട്? എന്റെ അമ്മ, ഞാൻ വീണത് ആരും കണ്ടിട്ടില്ല. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ശ്രീവത്സൻ. കുപ്രസിദ്ധ കൊള്ളക്കാരൻ ജോൺ ജയിൽ. അല്ല, മോട്ടോ ആണല്ലോ അത്. വീട്ടില്ല ഞാൻ. 500 രൂപ കിട്ടിയാലേ 5 ദിവസത്തിന് വാങ്ങിയേ. ഐഡിയ. ഈ നോട്ട് എവിടേക്ക് പോയാലും ഞാൻ വിടില്ല. ഞാനിത് പിടിച്ചു പിടിച്ചു പിടിച്ചു. കയ്യിൽ കിട്ടിയത് വായിലെത്തിയില്ലല്ലോ. എന്നോടാ കളി. ഞാൻ ആരാ മോൻ? ആ ചേട്ടാ, നമസ്കാരം. സുഖം തന്നെ. താഴെയോ? ഭാഗ്യം ആ ചേച്ചി നമ്മളെ തല്ലി കൊല്ലാഞ്ഞത്. നോട്ടോ, കീരിയ നോട്ടോ. 3 കിലോമീറ്റർ ശ്വാസം മുട്ടി ഓടിയിട്ട് നമുക്ക് ഇതാണോ കിട്ടി മോട്ടോ? ഞാനെന്ത് ചെയ്യാനാ? വെറും വയറിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന്. ഐഡിയ. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അയാൾ ഈ കീരിയ നോട്ട് വാങ്ങിയിട്ട് നമുക്ക് പകരമായിട്ട് എന്തെങ്കിലും തരും. വാ, എന്നെ അനുഗമിക്കേ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഞാൻ ആരാണെന്നറിയില്ലേ? ഞാൻ ആരാണ്? വിളിക്കുന്നത് ആരാന്ന് പറഞ്ഞാലേ അറിയൂ. വീട്ടി, ഞാനടാ ജോൺ. ഞാൻ തന്നെയാടാ ജോൺ, അധോലോക നായകൻ ഡോൺ. എടാ പൊണ്ണത്തടിയാ, അവര് നിനക്ക് ഡയമണ്ട് തന്നിട്ടും നീ എന്താടാ ഇതുവരെ കാശ് കൊടുക്കാത്തത്? അതല്ല ബോസേ, ഞങ്ങള് വന്ന വണ്ടി പഞ്ചറാ. 10 മിനിറ്റിനുള്ളിൽ ആ ബാഗ് കൊണ്ടുവരണം. വേഗം 500ന്റെ കീറിയ നോട്ടുകളുമായിട്ട് നീ ഇവിടെ എത്തിയിരിക്കണം. അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാ. കാരണം എന്റെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്റെ മേലെ പാണ്ടി ലോറി കയറി പോലെ ആക്കിയില്ലടാ. എവിടെ കിടക്കുന്ന കിട്ടി എന്റെ 500ന്റെ നോട്ട്. കേറി 500 എന്റെ കയ്യിൽ താ, എന്നിട്ട് ഈ പെട്ടി എടുത്തോളൂ. ഡീല് ശരിയായല്ലോ, ചെല്ലട്ടെ. കീറിയ നോട്ടിന് ഇത്രയും വലിയ പെട്ടിയോ? അല്ല, ഈ ബാഗിന്റെ ഉള്ളിൽ എന്താണ്? ചേട്ടാ, ഒന്ന് പറഞ്ഞിട്ട് പോ. ചേട്ടന്മാരെ, നിങ്ങൾ ഇത് എങ്ങോട്ട് പോവാ? വാചകടിക്കാൻ സമയമില്ല, ബോസ് ഞങ്ങളെ അന്വേഷിക്കും. അല്ല മോട്ടോ, ഈ ബാഗ് എങ്ങനെ ഒളിച്ചു വെക്കാന്ന് അറിയില്ലല്ലോ. എന്താ ചെയ്യാ? ഓ, ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്നേ. ഐഡിയ. ഈ ചുമരിനപ്പുറത്തേക്ക് ഇത് വലിച്ചെറിഞ്ഞ പിന്നെ നോ പ്രോബ്ലം. എന്റെ പൊന്ന മോട്ടോ, അതങ്ങോട്ട് പിടി. 1 2 3. നമ്മുടെ ജോലി കഴിഞ്ഞു. എന്റെ അമ്മേ.
ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഞാനാണ് ഇൻസ്പെക്ടർ ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ഈ ചിങ്കമിന്റെ അടുത്ത് രക്ഷപ്പെടാന്ന് കരുതിയാൽ അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല കുട്ടാ. ദാ നോക്ക്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയണം. എന്റെ തലയിൽ ഈ പെട്ടി എറിഞ്ഞത് ആരാണ്? മര്യാദയ്ക്ക് സത്യം പറയണം. അയ്യേ, അത് ഞാനല്ല. മോട്ടോ, നീയല്ലേ? അമ്മയുടെ അടുത്ത് ഞാനങ്ങനെ ചെയ്യില്ല. ദേ, ഇയാളുടെ ഐഡിയ ഒന്നുമില്ല. ചിങ്കൻ സാറേ, നിങ്ങൾക്കറിയില്ലേ, മെലിഞ്ഞവരാരും നുണ പറയില്ല. ഇത് ചെയ്തത് ദേ ഇയാൾ തന്നെയാ. Shut up! ഏയ്, ഞാൻ നിങ്ങൾ രണ്ടാളെയും വെറുതെ വിടില്ല. ആണോ പോലീസേട്ടാ? എന്നാ പിന്നെ വൈകിട്ട് വിട്ടോ. 10 കോടിയുടെ കരാർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്റെ ഡോൺ ആവുന്നതിൽ നിന്ന് ആർക്കും തടയാൻ പറ്റില്ല. ഡോണാകും ഡോൺ. നിർത്ത. ഹലോ, എന്ത് കൊടുത്തല്ലോ? അതെങ്ങനെ സംഭവിച്ചു? എടാ പൊണ്ണത്തടിയന്മാരെ, നിങ്ങൾ ആ ബാഗ് ആർക്കാണ് കൊടുത്തത്? നിങ്ങൾ ആർക്കാണോ ആ ബാഗ് കൊടുക്കേണ്ടിയിരുന്നത്? അവര് നിങ്ങളെ കാത്ത് അവിടെ നിൽക്കുകയാണ്. എന്റെ തലയിൽ നല്ലൊരു ബുദ്ധി ഉദിച്ചിട്ടുണ്ട്, പറയട്ടെ. ഞാൻ ഈ പെട്ടി ഈ കാട്ടിൽ വലിച്ചെറിയാൻ പോവുകയാണ്. ഏയ്, ഏയ്, ഏയ്. നിനക്കെന്താണ് ഇവിടെ കാര്യം? ദേ, ഇങ്ങോട്ടേക്കാ വരുന്നത്. ഇങ്ങോട്ട് വാ. ഈ ഭാഗത്തേക്ക് വാ. അതെ, എനിക്കൊരു ഫോൺ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഇങ്ങനെ അവസാന നിമിഷം കൈവിട്ട ജോൺ എങ്ങനെയാണ് ഡോണാവുന്നത്? എന്റെ അമ്മേ, ഈ ശബ്ദം കേൾക്കുന്നത് അവിടെ നിന്ന് തന്നെ കേട്ടോ. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. പത്തിലു, അത് കണ്ടോ? അതൊക്കെ ഡോണിന്റെ ആൾക്കാരാ. ആ പെട്ടി അയാളായിരിക്കണം കൊടുത്തത്. ദേ ഇരിക്കുന്ന പെട്ടി. നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്ന 10 കോടിയുടെ ബാഗ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയല്ലോ. എന്താ? 10 10 കോടി രൂപയുടെ പെട്ടിയോ? അടിച്ചു മോനെ. ആഹാ. पैसा बहाओ, पैसा ही पैसा खाओ, उड़ो पैसा उड़ाओ, पैसे में घूमो घुमाओ. ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. My name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കം നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് ഇംപോസിബിൾ, ഇംപോസിബിൾ. വേഗം പറഞ്ഞു, ഈ പെട്ടിക്കകത്ത് എന്താണുള്ളത്? 10 കോടിയാ. 10 കോടി രൂപയോ? അമ്മേ. പോലീസേട്ടാ. ചിങ്കം സിംഹമാവുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. വിട്ടോടാ പത്ലു. ബോസേ, ആദ്യം ജോണാക്, പിന്നീട് നമുക്ക് ഡോണാകാം. എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിടാം, അതാ നല്ലത്. വേഗം ഒന്ന് സ്റ്റാർട്ടാവ്. എനിക്കിവിടെ ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് സ്റ്റാർട്ടാവ്. ബോസേ, അവന്മാര് നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. ഒന്ന് വേഗം സ്റ്റാർട്ടാക്ക്. ഇങ്ങനെ കളിയാക്കാതെ വേഗം ഒന്ന് സ്റ്റാർട്ടാവ്. കുച്ച് ബി സ്റ്റാർട്ടായി. ഇനി കണ്ടോ? എടുക്കടാ, വണ്ടി എടുക്കടാ. ഒരു കഞ്ഞി തീർപ്പ് കിട്ടിയതാ. അത് പോയല്ലോ.
Ew. Ow. Oh. ഈ ചിങ്ങത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ആരാണെങ്കിലും ഇംപോസിബിൾ. ഓ, ഇത് ജോൺ അല്ലേ? ഇവന്റെ ആഗ്രഹം ഡോൺ ആവണം എന്നല്ലേ? പോലീസ് ഏട്ടാ, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയതാ ഇവരെ പിടിച്ചത്. ഇവരെ 3 പേരെയും കൊണ്ടുപോയിക്കോളൂ. പെട്ടി മോട്ടു പത്ലു, നിങ്ങൾ ഈ ചെയ്തത് വലിയൊരു കാര്യം തന്നെ. ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സമ്മാനം കിട്ടിയിരിക്കും. ഞാനിപ്പോ മോട്ടു പത്ലുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് രണ്ടാൾക്കും ഒരു സമ്മാനം കൊടുക്കാനായി. 10 കോടിയുടെ 10%, 1 കോടി രൂപയുടെ ചെക്ക് ഇതാ. താങ്ക് യു. തന്നോ മോട്ടോ, ഞാനും കഷ്ടപ്പെട്ടതല്ലേ. എനിക്ക് താ. എനിക്ക് വേണം. പകുതി മര്യാദയ്ക്ക് തന്നോട്ടോ. എന്റേതാന്ന് പറഞ്ഞില്ലേ? എന്റേത്. കൂട്ടുകാരായാൽ ഇങ്ങനെ വേണം. കിട്ടിയ സമ്മാനം നേർപാതി പങ്കിടുന്നു. ഹൈറ്റ് ചെക്ക് ചെയ്യൂ. ഓക്കേ സാറേ, ലാൻഡിങ്ങിന് തയ്യാറാണോ? തയ്യാറായി സാറേ. ആ, നന്ദി ശീതളെ. പാസഞ്ചറിനോടൊക്കെ ചെന്ന് പറ നമ്മളിപ്പോ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണെന്ന്. അങ്ങനെ എല്ലാവരോടും സീറ്റ് ബെൽറ്റും ധരിക്കാൻ പറ. ഓക്കേ സർ. കോഫി, സമൂസ. ആ, ഇങ്ങ് തന്നെ. ആ, ചൂട് 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 ചൂട്. എൻ്റെ അമ്മോ, ചൂട് 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 ചൂട്. അല്ല, ഇവിടെ എന്താ വല്ല ഭൂമി കുലുക്കം ഉണ്ടായോ? ഏയ്, ഭൂമിയൊന്നും കുലുങ്ങിയതല്ല. ഞാൻ വിമാനം ഓടിക്കുമ്പോ ഒരു സുന്ദരി എന്റെ അടുത്ത് വന്ന് നിന്ന് കാഫിയും സമൂസയും തന്നപ്പോ അതെ, ഞാൻ വിമാനം ഓടിക്കുന്ന കാര്യം മറന്നുപോയതാ. പൊളിക്കാട്ടോ. അതായത് എന്റെ ബുദ്ധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് പൈലറ്റ് ട്രെയിനിങ് തരാൻ പറ്റും. പക്ഷെ നിങ്ങൾ എനിക്ക് ചെയ്തത് ചൂട് ജിലേബിയും സമോസയും എല്ലാം വാങ്ങി തരണം. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കാഫി മാത്രമല്ല സമൂസ മേടിച്ചു തരാം. പക്ഷെ എന്നോടൊരു കാര്യം പറ, എനിക്ക് എങ്ങനെ പൈലറ്റ് ആവാൻ കഴിയും? ഡോക്ടർ ചക്ക പുതുതായിട്ടൊരു പ്ലെയിൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്ലെയിനിൽ തന്നെ ട്രെയിനിങ് എടുക്കാം. കൊള്ളാം, അടിപൊളി ഐഡിയ ആണല്ലോ. നല്ല കാര്യാട്ടോ. താങ്ക് യു താങ്ക് യു. എനിക്ക് ചായയും ജിലേബിയും വാങ്ങി തന്നില്ല. അയ്യേ, എന്റെ 20 വർഷ അനുഭവത്തിൽ ഇതുപോലെ കഞ്ഞികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെന്താ? ഇതിന്റെ പേരാണോ വിമാനം? ഇതെന്ത് വിമാനം? എന്താ കണ്ടാലും ഫ്ലൈറ്റ് ആണോ ചോദിക്കേ. അല്ല മാഷേ, ഇതൊരു പുതിയ തരം പ്ലെയിൻ ആണല്ലോ. ഇത് ജഡ്ക എയർവേസിന്റെ പുതിയ പ്ലെയിനോ? അപ്പൊ നിങ്ങൾ ഈ വിമാനത്തിന്റെ പൈലറ്റിനുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് തരുവോ? എന്റെ സുഹൃത്തുക്കളെ, മോട്ടു പത്ലു പൈലറ്റ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഈ വിമാനത്തിന് 500 കിലോ ഭാരവും 3 മീറ്റർ നീളവുമാണുള്ളത്. ഇതിനകത്ത് 2 എഞ്ചിനുണ്ട്. നിങ്ങൾ അകത്ത് കയറിയാലുടൻ ഈ ചാവി ഇട്ട് വേണം സ്റ്റാർട്ട് ആക്കാൻ. സ്റ്റാർട്ട് ആയാൽ ഉടൻ തന്നെ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫ്ലൈറ്റ് പൊങ്ങാൻ തുടങ്ങും. ഞാനത് എങ്ങനെയാ പുറത്ത് മനസ്സിലാക്കും? ബ്രേക്ക് ചവിട്ടോ. ഇതിന്റെ ബ്രേക്ക് എവിടെയാണുള്ള പത്തിലോ ഒന്ന് പറ. എന്റെ അമ്മോ, ഇവനൊരാളാണ് ഡിവോഴ്സ് കിരീടം പറഞ്ഞത്. ഗീറ് മാറ്റാ. ഗീറ് മാറ്റിയ
വേഗം ഗീർ മാറ്റാം. മാറ്റിക്കളയാം. പിന്നെ കീറ് മാറ്റിയോ? മുന്നോട്ടിട മുന്നോട്ട്. അങ്ങനെ അല്ല, പുറകോട്ട് പുറകോട്ട്. എന്താ ഈ കാണിക്കുന്നത്? ഞാൻ സ്പീഡിന്റെ കാര്യം പറഞ്ഞത്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങാൻ തുടങ്ങും. ഫ്ലൈറ്റ് പൊങ്ങി തുടങ്ങിയല്ലോ. Come fly with me. Let's fly, let's fly. നമ്മള് പറന്നടാ പത്ലു. അങ്ങനെ ഞാൻ പൈലറ്റായേ. Just fly. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നല്ലാതെ പരമ സുഖമല്ലേ? ചുമ്മാ പറയരുത്, നല്ല രസമുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കുവാണെങ്കിൽ ഫ്ലൈറ്റ് ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് അങ്ങ് പൊക്കോളും. ആ ഫ്ലൈറ്റ് മുകളിലോട്ടും പോകും, താഴോട്ടും പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? ലെഫ്റ്റ്, അങ്ങനെ റൈറ്റ്, അങ്ങനെ ലെഫ്റ്റ്, അങ്ങനെ റൈറ്റ്, പിന്നെ up, പിന്നെ down. എന്റെ ഡോക്ടർ ചേട്ടാ, ഒന്ന് വേഗം ഞങ്ങളെ ചെല്ലിക്ക്. എന്തെങ്കിലും ഒന്ന് ചെയ്യ് വേഗം. സുഹൃത്തുക്കളെ, ഇനി എന്നോട് ചോദിക്കുന്നതിനേക്കാളും ഭേദം മുകളിലുള്ള ദൈവത്തോട് ചോദിക്കുന്നതായിരിക്കും. ഇത് താഴെ ഇറക്കാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടെന്ന് വേഗം പറഞ്ഞു തോന്നിക്കേ. ഈ ഫ്ലൈറ്റ് എങ്ങനെ നിലത്തിറക്കണം എനിക്ക് പോലും അറിയില്ല. കാരണം അതിനു വേണ്ടിയുള്ള ഒരു സംഭവങ്ങളും ഞാൻ അതിൽ ചെയ്തിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അതിൽ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇട്ടേക്ക്. എന്തോന്ന് സീറ്റ് ബെൽറ്റ്? എന്റെ ബെൽറ്റ് ഉണ്ടോന്ന് തന്നെ എനിക്ക് പറയില്ല. എന്റെ അമ്മോ. ഡോക്ടർ ജഡ്ക, ഞങ്ങളെ ഒന്ന് താഴോട്ട് ഇറക്കൂ. എനിക്ക് വിമാനം ഓടിക്കണ്ടായേ. അതെ, പൈലറ്റ് ആയതൊക്കെ മതി. എന്നെ ഒന്ന് താഴെ ഇറക്കി വിട്ടാലേ വല്ല ഓട്ടോറിക്ഷയോ ട്രക്കൊക്കെ ഓടിച്ച് ജീവിച്ചോളാം. എന്റെ പൊന്ന് ജഡ്ക സാർ, എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇത് ഞാൻ ഇറക്ക്. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ അടുത്ത് ഒരു ചുവന്ന ബട്ടണില്ലേ? ആ, കണ്ടുപിടിച്ചു. ഞാനിത് അമർത്തി. ചുവന്ന ബട്ടൺ ഞാൻ അമർത്തി. എന്താ അതിൽ അമർത്തിയത്? അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ചുമപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോ ഞാൻ ചെയ്യുന്ന പോലെ രണ്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ഞങ്ങളുടെ പാവങ്ങളൊക്കെ മറക്കണമേ. ഞങ്ങൾ ഇത് അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ. ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. താൻ എന്താണോ ഈ പറയുന്നത്? നിങ്ങൾ അമർത്തിയ ചുവന്ന ബട്ടണല്ലേ, അത് കാരണം ഇപ്പൊ അത് കാറായി മാറിയിരിക്കുകയാണ്. കാറിന് ആകാശത്തേക്ക് പറക്കാൻ കഴിയില്ലല്ലോ. വേണ്ട, വേണ്ട, വേണ്ട. ഡോക്ടർ ജഡ്ക സാറേ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. അത് ശരി ശരി. ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളാ നീല ബട്ടൺ കാണുന്നില്ലേ? അതെ. നീല കളർ ബട്ടണോ? അതെ ഉണ്ട്, പക്ഷെ ഞാനത് അമർത്തില്ല. എന്തോ തൊടില്ലെന്നോ? ഇല്ല, ഞാനത് ചെയ്യില്ല. എനിക്കത് അമർത്താൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യൂ. ഇങ്ങനെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചു. എന്റെ ദൈവമേ, ഞങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ ക്ഷമിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ. എടാ, താൻ വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. എന്തെന്ന് വെച്ചാൽ നിങ്ങളെ നീലക്കറ ബട്ടണിൽ അമർത്തിയാൽ മാത്രമേ കാറ് പിന്നെയും പേരായി മാറുള്ളൂ. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെ നീല കളർ ബട്ടണിൽ അമർത്തിയേ മതിയാവൂ. ആ നീല ബട്ടൺ അമർത്തി നോക്കാം. ജഡ്ക സാറേ, ഒന്ന് രക്ഷിക്കേ. ഞങ്ങള് ഭൂമിയിലേക്ക് ഇറങ്ങി. ഡോക്ടർ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അവരെ പ്ലെയിൻ ഓടിപ്പിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞല്ലേ? ഞാൻ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തതേ പറയുന്നേ? അവര് തന്നെ എടുത്ത് ഓടിച്ചതല്ലേ. ഇതാ ഇപ്പൊ താഴോട്ട് വരും ഓടിക്കോ. ഒന്ന് മാറി നിൽക്കട്ടെ ചേട്ടന്മാരെ. ഒന്ന് താഴേക്ക് ഇറങ്ങ്. എനിക്ക് എന്റെ ജിലേബി സമോസയും വാങ്ങി തരണം. നമ്മള് മരം മുറിച്ചു കേട്ടോ. എന്തായാലും പഴങ്ങൾ കിട്ടിയത് നന്നായി. വിശന്നിട്ട് കണ്ണ് മങ്ങുന്നു. ഓ, ഇവിടെ ജീവന് വേണ്ടി പോരാടും കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഒരു തീറ്റ പ്രാന്ത. എന്താ 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 ഇത് എന്താ ഇത് എന്താ ഇത്? ഒന്നെങ്കിലും കിട്ടിയല്ലോ. ഹായ്, പഴുത്ത മാങ്ങന്റെ മണം. ഹായ്. ഇത് ചതിയാ. എടോ ടീച്ചറപ്പായി, അവിടെ നിൽക്ക്. നീ എന്താ കരുതിയിരിക്കുന്നത്? എന്റെ മാങ്ങ അടിച്ചു മാറ്റി പോവാന്നാണോ? രക്ഷിക്കണേ. ഐഡിയ. രക്ഷിക്കടാ, പത്തില് രക്ഷിക്കേ. ഈ ചുമപ്പ് ലൈറ്റ് എന്തിനാ കത്തുന്നത്? ഓ, എന്റെ പൊന്നു മോട്ടോ, ഇതിലത്തെ ഇന്ധനമൊക്കെ തീർന്നു എന്നാ തോന്നുന്നേ. ഇനി ഈ പ്ലെയിന് പോവില്ല. എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് താഴെ ഇറക്കാൻ നോക്ക്. തീറ്റയെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ ഒന്ന് താഴെ ഇറക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒരു മാങ്ങ ഉണ്ടായിരുന്നത് അതും പോയി.
എന്റെ ദൈവമേ, ഞാൻ ജീവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവൻ അപ്പോഴും തീറ്റയെ കുറിച്ചാണല്ലോ പറയുന്നേ. പത്തലു, നമ്മുടെ വിമാനം അങ്ങനെ താഴെ ഇറങ്ങിയടാ. എന്റെ ദൈവമേ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പത്തലു, നമ്മുടെ വിമാനം വേറൊരു വിമാനത്തിന്റെ മുകളിലാ. രക്ഷിക്കണേ. ഏയ്, ഇത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല. ഞാൻ ഫൈൻ അടിക്കും. എന്ത് ആകാശത്തിൽ കൂടെ പാർക്കിങ്ങിന് ചാർജോ? എന്തൊക്കെയാ അവൻ പറഞ്ഞിട്ട് പോകുന്നേ? രക്ഷിക്കണേ. 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 ഒരു അങ്ങനെ വിധത്തിൽ എങ്ങനെ രക്ഷപ്പെട്ടു. അതും അതെ എന്റെ അതെ, ബുദ്ധി കാരണം നമ്മള് കൊണ്ടാ രക്ഷപ്പെട്ടേ. ഇപ്പൊ ശരിക്കും രക്ഷപ്പെട്ടു. രക്ഷിക്കണേ. ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കണേ. ആരുമില്ലേ? രക്ഷിക്കണേ. പണ്ടുള്ളവര് പറഞ്ഞതൊക്കെ ശരിയാണ്. അറിയാത്ത പിള്ള ചൊറയും പറയും. എന്നാലും നമ്മള് രക്ഷപ്പെട്ടു. നമ്മുടെ അവസ്ഥ ഇപ്പൊ അതാ. motu patelu 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 patelu